ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചോക്കോ റെഡ് വെൽവെറ്റ് കേക്ക് റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. കേക്ക് ഉണ്ടാക്കിയാൽ എങ്ങനെ ഡിസൈൻ ചെയ്യുമെന്ന് സങ്കടപ്പെടുന്ന കുറേ കൂട്ടുകാരുണ്ടല്ലേ. അവർക്കായിട്ട് സിമ്പിൾ ഡ്യൂ ഡ്രോപ്പ് ലുക്കുള്ള ഒരു കേക്ക് ഡിസൈനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം ഞാൻ 1/2 kg റെഡ് വെൽവെറ്റ് സ്പോഞ്ചാണ് ചെയ്യുന്നത്. അതിനായിട്ട് 1/2 കപ്പ് മൈദാമാവ് എടുത്തിട്ട് അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദാമാവ് റിമൂവ് ചെയ്യണം. എന്നിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ കൊക്കോ പൗഡറും ഇടണം. എന്നിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് 3 പ്രാവശ്യം അരിച്ചെടുക്കണം. 3 പ്രാവശ്യം അരിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ആവും. നമുക്ക് നല്ല സ്പോഞ്ചും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അരിച്ചതിന് ശേഷം നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അതിനായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിൽ 2 മുട്ടയും 1/2 ടീസ്പൂൺ വെനില എസൻസും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 3rd സ്പീഡിലിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നല്ല ഫ്ലഫി ആയിട്ട് വരണം. യെല്ലോ കളർ മാറി ഒരു വൈറ്റ് ക്രീമി കളറാവും. മുട്ട നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയതിനു ശേഷം അതിൽ 1 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാലൊഴിച്ച് ജസ്റ്റ് ഒന്ന് മാവ് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലൊരു 1/4 ടീസ്പൂൺ സൂപ്പർ റെഡ്, ഡിസൈൻ്റെ സൂപ്പർ റെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും നമ്മൾ റെഡ് കളർ നല്ല മിക്സ് ആയിക്കോളും. ബാറ്റർ നല്ല പതിയെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തതിന് ശേഷം അതിലൊരു 1/4 ടീസ്പൂൺ വിനെഗറും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന 6 ഇഞ്ചിൻ്റെ ട്രെയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യുന്നത് അതൊരു 15 മിനിറ്റ് മുമ്പ് ലോ ഫ്ലെയിമിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് അടച്ച് വെക്കുകയാണ്. ഇത് ഒരു 20-25 മിനിറ്റ് ആയപ്പോഴത്തേക്കും ബേക്കായി കിട്ടി. അടുത്ത് ഞാൻ ചോക്ലേറ്റ് സ്പോഞ്ച് ഉണ്ടാക്കിയാണ്. അതിനായിട്ട് 1/2 കപ്പ് മൈദാമാവ് എടുത്തിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ മൈദാമാവ് മാറ്റണം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഡാർക്ക് കൊക്കോ പൗഡറാണ്. എന്നിട്ട് അതിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണ്. കൂടെ തന്നെ നമുക്ക് ചോക്ലേറ്റ് സ്പോഞ്ചിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ലെയറിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി വെക്കണം. അതിനായിട്ടൊരു 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ച് ഡബിൾ ബോയിൽ ചെയ്ത് വെക്കുകയാണ്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. അതിനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് 2 മുട്ടയും അതിൽ 1/2 ടീസ്പൂൺ വെനില എസൻസും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. എഗ്ഗ് നല്ല ക്രീമി കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും അതിൽ 1 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാലും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇനി അതിൽ നമുക്ക് കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡ് വെൽവെറ്റ് ചെയ്ത സെയിം ട്രേയിൽ തന്നെ ചോക്ലേറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഇതും ഒരു 25 മിനിറ്റ് ആയി ബേക്ക് ആവാൻ വേണ്ടിയിട്ട്.
ഇനി നമ്മൾ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ഇട്ട് കൊടുക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. 240 ml കപ്പിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അത് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇനി ലെയറിങ് ചെയ്ത് തുടങ്ങാം. 2 സ്പോഞ്ച് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തത്. അതിൽ നിന്നൊരു തിൻ ലെയർ മാത്രം ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ഇനി മിൽക്ക് മിക്സ് വെച്ച് സോക്ക് ചെയ്യാണ്. അതിനായിട്ട് 1/2 കപ്പ് പാലെടുക്കണം. അതിൽ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ആ മിൽക്ക് മിക്സാണ് സോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ഐസിങ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചേക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ചെറിയൊരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് മതി. കൂടുതൽ ചോക്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ക്രീം ചീസിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. നാല് ലെയറും ഐസിങ് ചെയ്തതിന് ശേഷം ക്രം കോട്ട് ചെയ്യുന്നില്ല, ഡയറക്റ്റ് മെയിൻ കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. മെയിൻ കോട്ട് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം ഒരു വലിയ പാത്രത്തിൻ്റെ മുകളിൽ ഇതുപോലെ വച്ചിട്ട് അതിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗനാഷ് കൊണ്ട് കവർ ചെയ്യുകയാണ് കേക്ക്. ഗനാഷിനായിട്ട് ഞാൻ 1 കപ്പ് ചോക്ലേറ്റും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ഡബിൾ ബോയിലർ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ചോക്ലേറ്റിൻ്റെ തരി മാറാനും പിന്നെ നമ്മളെ കേക്ക് നല്ല പോളിഷായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇതുപോലെ ഫുള്ള് കവർ ചെയ്തെടുത്തിട്ട് സൈഡ് അപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വയ്ക്കാൻ. ഇനിയൊരു 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. കേക്ക് നല്ല സെറ്റായി കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന തിൻ ലെയർ ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം. എന്നിട്ട് ഒരു അരിപ്പയിലിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ കണക്ക് വീഴും. ഇനി കേക്കിൻ്റെ സൈഡും ക്രംസ് വെച്ച് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ച് ചെയ്യാതെ ഇതുപോലെ കാർഡോ അല്ലെങ്കിൽ സ്ക്രാപ്പറോ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് അതിൽ എഴുതി കൊടുക്കുകയാണ്. വിപ്പിംഗ് ക്രീം വെച്ച് തന്നെയാണ് എഴുതുന്നത്. ചോക്ലേറ്റ് കുറച്ചും കൂടി ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ചെറുതായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി കേക്കിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ ഡ്രോപ്പ് ലുക്കിന് വേണ്ടിയിട്ട് ഒരു ന്യൂട്രൽ ജെല്ല് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ച് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു ഡ്രോപ്പ് ലുക്കിന് വേണ്ടിയിട്ട് ന്യൂട്രൽ ജെല്ലാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ജെലാറ്റിൻ ചെയ്താലും ചിലപ്പോൾ ലൂസായി പോവും. അതിൽ നിന്ന് നല്ലത് ന്യൂട്രൽ ജെല്ല് തന്നെയാണ്. ഇതൊരു ഗിഫ്റ്റ് ഹാമ്പറിൽ വെക്കാനുള്ള കേക്കായിരുന്നു. അപ്പം ഇതേ കണക്ക് ഞാൻ എടുത്ത് ഹാമ്പറിൽ വെച്ചു.
ഈ ഹാമ്പറിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയും ഉടനെ തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ബൈ.